നമസ്കാരം. ഷെക്കേന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യതയുണ്ട്, തുല്യ അവകാശമുണ്ട്. എന്നാൽ മതങ്ങളിൽ സ്ത്രീക്കും പുരുഷനും തുല്യതയുണ്ടോ? മതങ്ങളിൽ സ്ത്രീകൾ എപ്പോഴും രണ്ടാമതാണ്. അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു ചർച്ച ഇവിടെ വരാൻ കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ കഴിഞ്ഞിടയ്ക്ക് വൈറലാവുകയുണ്ടായി. മറ്റു മതത്തിൽപ്പെട്ട ഒരു മതപണ്ഡിതൻ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി ട്രോഫി വാങ്ങിയ സമയത്ത് സ്ത്രീകൾ പൊതുസമൂഹത്തിൽ വരാൻ പാടില്ലെന്നും അത്തരം അവസരങ്ങളിൽ അവരുടെ പിതാവ്, അച്ഛൻ മാത്രം സ്റ്റേജിൽ വരാൻ പാടുള്ളൂ എന്നുള്ളൊരു പരാമർശം നടത്തുകയുണ്ടായി. അതേ തുടർന്ന് എല്ലാ മതങ്ങളിലും ഇത്തരത്തിലാണ് എന്നുള്ള ചർച്ചകളും പരാമർശനങ്ങളും ഉടലെടുത്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വിശ്വാസമതമായ പല പ്രതിസന്ധികളും ഉടലെടുക്കുമ്പോൾ, പല സംശയങ്ങളും ഉടലെടുക്കുമ്പോൾ അതിനെല്ലാം യഥാസമയം കൃത്യതയോടും വ്യക്തതയോടും കൂടി തൻ്റെ വാക്കുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും എഴുത്തിലൂടെയും മറുപടി നൽകുന്ന റവറൻഡ് ഫാദർ റോയ് കണ്ണഞ്ചിറ CMI ഏറ്റവും സ്നേഹത്തോടെ, അതിലുപരി ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. റവറൻഡ് ഫാദർ റോയ് കണ്ണഞ്ചിറ CMI. അച്ഛ, സ്വാഗതം. അച്ഛൻ്റെ ഒപ്പം ഈ വേദിയിൽ നിൽക്കാനും അച്ഛനെ ഈ ചർച്ചയിൽ അച്ഛനോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവസരം കിട്ടിയതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. കാരണം അച്ഛൻ്റെ പല പ്രസംഗങ്ങളും കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അച്ഛൻ്റെ ഒരു വാക്യം തന്നെയുണ്ട്, ഒറ്റയ്ക്ക് വളർന്നൊടുങ്ങാതെ ഒരുമിച്ച് വളരാൻ തുടങ്ങാമെന്ന്. എനിക്ക് തോന്നുന്നു ഒത്തിരിയേറെ യുവജനങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ്റെ മനസ്സിലൊക്കെ ഒത്തിരി ഇടം നേടിയിട്ടുള്ളൊരു വാക്യം തന്നെയാണത്. പല വേദികളിലും അച്ഛൻ്റെ ആ വാക്ക് കടമെടുത്ത് ഞാനും സംസാരിച്ചിട്ടുണ്ട്. അച്ഛനോട് ഞാൻ ഇന്ന് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അതേപോലെ തന്നെ യുവജനങ്ങൾക്ക് ഷാർപ്പായിട്ട് അവരുടെ മനസ്സിൽ കയറുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അച്ഛനോടുള്ളൊരു ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. അച്ഛാ, ക്രൈസ്തവ മതത്തിൽ സ്ത്രീ വിരുദ്ധത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് അച്ഛന് കൊടുക്കാൻ സാധിക്കുക? ആ ചോദ്യം തന്നെ ശരിയല്ല. കാരണം ക്രൈസ്തവ മതത്തിൽ സ്ത്രീ വിരുദ്ധതയുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ക്രൈസ്തവ മതത്തെപ്പറ്റി തികച്ചും അറിവില്ലാതെ ഇരിക്കണം. അല്പമെങ്കിലും അറിവുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയില്ല. ക്രൈസ്തവ മതത്തിൽ സ്ത്രീ വിരുദ്ധത ഇല്ല എന്ന് മാത്രമല്ല, സ്ത്രീ പുരുഷ തുല്യത, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദൈവമക്കൾ എന്ന തുല്യസ്ഥാനം, അതാണ് ക്രൈസ്തവ മതത്തിൽ മനുഷ്യ മക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സ്ത്രീയും പുരുഷനുമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ രണ്ട് പേരും, സ്ത്രീയും പുരുഷനും തുല്യരാണ്. അതുകൊണ്ട് സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാകും? പുരുഷന് മാത്രമായിട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും? അപ്പോൾ സ്ത്രീയെ ഒരിക്കലും മാറ്റി നിർത്തുകയല്ല, സ്ത്രീയും പുരുഷനും കൂടി ഒരുമിച്ച് ചേരുന്ന ആ ഒരു ചേർച്ചയിലാണ് പുതിയ തലമുറയുടെ ഉറവ പൊട്ടുന്നത് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുല്യതയാണ് ക്രൈസ്തവ മതത്തിലെ വ്യക്തിത്വത്തിൻ്റെ ഒരു അടയാളം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ അച്ഛാ, അങ്ങനെയാണെങ്കിൽ സഭയിൽ രണ്ട് കൂട്ടർക്കും തുല്യ പ്രാധാന്യം കൊടുക്കണ്ടേ? നമുക്കറിയാം, നമ്മുടെ സഭയിൽ നോക്കുവാണെങ്കിൽ മാർപ്പാപ്പ, കർദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, ഇങ്ങനെ സഭയുടെ ഹൈരാർക്കി നോക്കുകയാണെങ്കിൽ ആ മേൽത്തട്ട് മുഴുവനും പുരുഷന്മാരാണ്. സ്ത്രീകളൊക്കെ ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നതേ ഇല്ല. അങ്ങനെ സഭയിൽ രണ്ട് കൂട്ടരെയും തുല്യരായി കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് സ്ത്രീകൾക്കും കൂടി അവസരം കൊടുക്കേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അച്ഛനുടെ പ്രതികരണം? നല്ല ചോദ്യമാണ് കേട്ടോ, നല്ല ചോദ്യമാണ്. ഈ ഒരു കാലത്ത് നിരവധി മേഖലകളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. സ്ത്രീകൾക്ക് കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയാകാൻ പറ്റുമോ, മെത്രാനാകാൻ പറ്റുമോ, വൈദികനാകാൻ പറ്റുമോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ്. അങ്ങനെ പറ്റിയാലാണ് ആ ഒരു തുല്യത അനുഭവിക്കാൻ കഴിയുന്നതെന്നാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നവരുടെ ഒരു ചോദ്യത്തിൻ്റെ ലക്ഷ്യം. എനിക്ക് തുടക്കത്തിൽ ഒരു മറുചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരമ്മയ്ക്ക് അപ്പൻ്റെ തുല്യ സ്ഥാനം ലഭിക്കാൻ അപ്പനായേ പറ്റൂ എന്ന് വാശി പിടിക്കാൻ പറ്റൂ. ഇനി അപ്പന് തോന്നുകയാണ് അമ്മയോടാണ് പിള്ളേർക്കെല്ലാം സ്നേഹം, എനിക്ക് അമ്മയാകണം എന്ന് വാശി പിടിക്കാൻ പറ്റുമോ? ഓരോ സമൂഹത്തിനും അത് രൂപപ്പെട്ടു വരുന്നതിന് ഒരു വ്യവസ്ഥാപിതമായ ഒരു ഘടനയുണ്ട്, ഒരു ക്രമമുണ്ട്.
ആ ക്രമം തെറ്റിയാൽ അക്രമം എന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യവസ്ഥ ഇടറുകയാണ്. കത്തോലിക്ക സഭ ക്രിസ്തു സ്ഥാപിതമാണ്. അതിനൊരു ശ്ലൈഹിക പാരമ്പര്യമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയുള്ള പ്രത്യക്ഷങ്ങളിലൂടെ നമ്മൾ കാലങ്ങളിലേക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമായി സഭയുടെ ആ പൈതൃകം പടരുകയാണ്. അപ്പോൾ അതിൻ്റേതായൊരു ചട്ടക്കൂടുണ്ട്. അതിൽ പൗരോഹിത്യം അത് പുരുഷന്മാർ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും, ഈശോ പൗരോഹിത്യം അഭിഷേകമായി പകർന്ന ശിഷ്യന്മാരെല്ലാവരും പുരുഷന്മാരായിരുന്നു. ഈശോയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യത്തെ, ദൈവത്തിന് മനുഷ്യരെപ്പറ്റി ദൈവമെടുത്തിയൊരു തീരുമാനത്തെ മനുഷ്യർ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം കത്തോലിക്ക സഭയിലില്ല. കാരണം കത്തോലിക്ക സഭ ക്രിസ്തു സ്ഥാപിതമാണ്, അത് ശ്ലൈഹികമാണ്, അത് നിത്യമാണ്. അതുകൊണ്ട് തന്നെ സഭയിലൂടെ രൂപപ്പെട്ട സഭ അടിസ്ഥാനപരമായി രണ്ട് തലങ്ങളിലാണ് സഭയുടെ അടിത്തറ ഉറപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, സഭയുടെ അടിത്തറ ഉറപ്പിച്ചിരിക്കുന്നത് ദൈവവചനത്തിലാണ്. രണ്ടാമത് സഭയുടെ പാരമ്പര്യത്തിലാണ്. സഭയുടെ പാരമ്പര്യവും ദൈവവചനവും തുല്യമായ അടിത്തറകളാണ് സഭയുടെ നിർമ്മിതിയിലും പടുത്തുയർത്തലിലും. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഈ 2000 വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥാപിതമായ ഒരു ഘടനയുണ്ട്. അതിന് കാലങ്ങളിലൂടെ രൂപപ്പെട്ടപ്പോൾ മാറ്റം വരാതിരിക്കുന്ന ഒരു മേഖലയാണ് പൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധമായ മേഖല. അത് പുരുഷന്മാർ നിർവഹിക്കട്ടെ, അതിനതിൻ്റേതായ ഒരു പ്രവർത്തന രീതിയുണ്ട്. സ്ത്രീകൾക്ക് സഭയിൽ ചെയ്യുവാൻ നിരവധി കാര്യങ്ങളുണ്ട്. ആ സ്ത്രീകൾ അത് ചെയ്യുന്നുമുണ്ട്. ഇന്നോളം കത്തോലിക്ക സഭയിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പുരോഹിതനാകാൻ കഴിയാതിരുന്നതിൻ്റെ പേരിൽ ആത്മീയമായ നിർവൃതി നിഷേധിക്കപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിലനിൽക്കുന്ന സിസ്റ്റത്തിലൂടെ ഈ ഒരു സമത്വവും തുല്യതയും അനുഭവിക്കുവാനാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വെച്ചാൽ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഇങ്ങനെയായിരിക്കുമല്ലോ, യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരും പുരുഷന്മാരായതുകൊണ്ടാണോ പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് അവസരം കിട്ടാതിരുന്നത്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് മറുപടി പറയാൻ പറ്റും? ഈശോ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവർ പുരുഷന്മാരായിരുന്നു. ഈശോയോടൊപ്പം തന്നെ സ്ത്രീകളും അന്ന് ശുശ്രൂഷ ചെയ്തിരുന്നതായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. നിരവധി സ്ത്രീകൾ ഈശോയോടൊപ്പം, ശിഷ്യന്മാരോടൊപ്പം ശുശ്രൂഷ ചെയ്തിരുന്നു. അവർക്ക് ഈശോയുടെ അരികിൽ വരാനോ, ഈശോയോട് സംസാരിക്കാനോ, ഈശോയുടെ വസ്ത്രത്തിൽ തൊടാനോ, സൗഖ്യം നേടാനോ ഉള്ള യാതൊരു അവസരവും ഒരാൾക്ക് പോലും നിഷേധിക്കപ്പെട്ടിരുന്നില്ല. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ഈശോ കരുണ കാണിച്ചത് ചുറ്റും നിന്നുകൊണ്ട് പുരുഷന്മാർ കല്ലെറിയണം എന്ന് ആക്രോശിച്ച ഒരു സ്ത്രീയോടാണല്ലോ. അപ്പോൾ ഈശോയുടെ മുമ്പിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ സ്ഥാനത്തിൻ്റെ പേരിലുള്ള ഒരു വ്യതിരിക്തത ഈശോ പ്രകടിപ്പിച്ചതായിട്ട് കണ്ടില്ല. പകരം ഓരോ ശുശ്രൂഷയ്ക്കും ഈശോ ഓരോരുത്തരെ നിയോഗിക്കുകയായിരുന്നു. ഓരോരുത്തർക്ക് ഓരോന്നാണല്ലോ പറ്റുന്നത്. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ഒരപ്പന് അമ്മയായേ പറ്റൂ എന്ന് വാശി പിടിച്ചാൽ നടക്കുമോ? നടക്കില്ല. അപ്പോൾ വ്യവസ്ഥാപിതമായ ഒരു ഘടനയുടെ ഭാഗമായിട്ടാണ് ഒരു സമൂഹം നിലനിൽക്കുന്നത്. ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആ സഭ സ്ഥാപിച്ച ദൈവത്തിന് തന്നെ ചില നിശ്ചയങ്ങളുണ്ടായിരുന്നുവെന്ന കാലങ്ങളിലൂടെ വെളിപ്പെടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നത് ശരി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പിന്നെ ഈശോ ശിഷ്യന്മാർക്ക് പുരുഷന്മാരെ ശിഷ്യന്മാരായിട്ട് സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് കത്തോലിക്ക സഭയിൽ എവിടെയാണ് അവസരം നിഷേധിക്കപ്പെട്ടത്? ഓരോരുത്തർക്ക് ഓരോ പ്രവർത്തന മേഖലയാണ്. അത് വിശ്വാസത്തോടുകൂടി, വിശ്വാസാനുഭവത്തോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അച്ഛൻ പറഞ്ഞ പോലെ ഇനി പ്രവർത്തന മേഖലകളിലേക്ക് വരാം. അച്ഛൻ പറഞ്ഞല്ലോ പ്രവർത്തന മേഖലകൾ. ശരി, തീർച്ചയായിട്ടും നമുക്കറിയാം കത്തോലിക്ക സഭയിൽ ധാരാളം സന്യസ്തരുണ്ട്. സമൂഹത്തിനും സഭയ്ക്കും നിസ്തുലമായ സേവനമനുഷ്ഠിക്കുന്ന സന്യാസിമാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റലുകളാണെങ്കിലും അനാഥ മന്ദിരങ്ങളാണെങ്കിലും എയ്ഡ്സ് രോഗികളെയും ക്യാൻസർ രോഗികളെയും നോക്കുന്ന കെയറിംഗ് സെൻ്റർ ആണെങ്കിലും അത്തരത്തിൽ അവർ സേവനം ചെയ്യുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്.
എന്നിരുന്നാലും ഈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സന്യാസിനികൾ അവർ ഒരു മഠത്തിൽ അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ രംഗങ്ങളിൽ മാത്രം ആ ഒരു ആവൃത്തിക്കുള്ളിൽ മാത്രം അടയ്ക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ ആ വാദത്തോട് അച്ഛൻ എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കും? ഞാനത് നിഷേധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ജീവിതമാണ് സന്യാസം. കത്തോലിക്ക സഭയിൽ സന്യാസം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ്. ഒരു സ്ത്രീയെയും ഒരിടത്തും അടച്ചിട്ടിട്ടില്ല, ഒരു പുരുഷനെയും ഒരിടത്തും പൂട്ടിയിട്ടിട്ടില്ല. കത്തോലിക്ക സഭയിലെ സന്യാസ ജീവിതത്തിൽ എല്ലാവർക്കും എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ സിറാജിനെ പറയാൻ പറ്റുമോ, ഏതെങ്കിലും ഒരാൾക്ക് എനിക്ക് സന്യാസം ഉപേക്ഷിക്കണം, പക്ഷേ ഇവരാരും സമ്മതിക്കുന്നില്ല, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഇവിടെ സന്യാസ വസ്ത്രം മാറി മറ്റ് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടും സന്യാസിനിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളുണ്ടല്ലോ. അവരോട് ആ സഭ എന്താണ് ആവശ്യപ്പെടുന്നത്? താല്പര്യമില്ലെങ്കിൽ പൊക്കോളാനല്ലേ. പക്ഷേ എന്തുകൊണ്ടാണ് പോകാതെ ഒട്ടി നിൽക്കുന്നത്? അത് സന്യാസം തരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ സന്യാസത്തിൽ ആരെയും പിടിച്ചു കെട്ടിയിട്ടിരിക്കില്ല. ഇനി രണ്ടാമതൊരു കാര്യം, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി, എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുന്നതാണോ? ഏതെങ്കിലും ഒരു വീടിൻ്റെ വാതിലുകളും മതിലുകളുമെല്ലാം തുറന്ന് ഇട്ടിട്ട് വീട്ടുകാർ ഞങ്ങളുടെ ഈ വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിപൂർണ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വീടിൻ്റെ വാതിലുകൾ തുറന്നിട്ട് ഫുൾ ടൈം 24 മണിക്കൂർ ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങാം, അങ്ങനൊരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്? ഇല്ലല്ലോ. മഠത്തിൻ്റെ വാതിലുകൾ അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ വാതിലുകൾ അടച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, വ്യക്തിത്വത്തിൻ്റെ വാതിലുകൾ ഒരിക്കലും സഭ അടയ്ക്കുന്നില്ല. എന്ന് മാത്രമല്ല, സന്യാസ ജീവിതത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട് കടന്നു വരുന്ന വ്യക്തികൾ അവർ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാണ്. ഈ ലോകത്തിലേക്ക് അവർ വരുന്നത് തന്നെ ഈശോയുടെ വചനം ഉച്ചരിച്ചുകൊണ്ടാണ്. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകാൻ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നുള്ള ഈശോയുടെ തിരുവചനം ഉച്ചരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ അടിമകളായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്സവമാണ് സന്യാസം. അവിടെ ഓരോരുത്തർക്കും അവരവരുടെ നിയോഗമനുസരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ നിവേശമനുസരിച്ച് നിയോഗിക്കപ്പെടുന്ന കർമ്മങ്ങൾ സ്വതന്ത്രമായിട്ട് ചെയ്യാനും അങ്ങനെ അനേകായിരങ്ങൾക്ക് നന്മ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം തുറന്നു വെച്ചിരിക്കുകയാണ്. ആരും ആരെയും പൂട്ടിയിടുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഈ ഒരു ജീവിതാവസ്ഥ എനിക്ക് തുടരാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആർക്ക് വേണമെങ്കിലും അത് അവസാനിപ്പിച്ച് മറ്റൊരു ജീവിതാവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യം കത്തോലിക്ക സഭയിലുണ്ട്. ആരും ആരെയും പൂട്ടിയിടുന്നില്ല. അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്സവമാണ്. അത് അടിമത്തത്തിൻ്റെ, അപകർഷതാബോധത്തിൻ്റെ ഒരു ദുരനുഭവമല്ല. തീർച്ചയായും അച്ഛാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, അച്ഛനൊരു സന്യാസ വൈദികനാണ്. സന്യാസ വൈദികരായാലും രൂപത വൈദികരായാലും നിങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ ഫ്രീഡം ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും, വാഹനം വാങ്ങിക്കാനും ഒരുവിധം സന്യാസ വൈദികർക്ക് അല്പമൊക്കെ പരിമിതികളുണ്ടെങ്കിലും രൂപത വൈദികർക്ക് ഈ പറയുന്ന രീതികൾ എല്ലാത്തിനും ഫ്രീഡമുണ്ട്. എന്നാൽ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ, അവർക്കൊരു പുസ്തകം എഴുതാൻ പോലുമോ അവർക്കൊരു അനുവാദമില്ല. ഇത്തരത്തിലുള്ള ഒരു ഈ വൈദികർക്കും സിസ്റ്റേഴ്സിനും ഇടയിലുള്ള ഈ ഒരു വേർതിരിവ്, അത് ശരിക്കും ഒരു സ്ത്രീ പുരുഷ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ സ്ത്രീകൾക്കുള്ള പരിഗണന കൊടുക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശം ലംഘിക്കുന്ന തരത്തിലുള്ള നിലപാടല്ലേ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മറുപടി എന്താണ്? സിറാജെ, ഈ ചോദ്യമൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നവമാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളുടെയൊക്കെ കമൻറ്റ് ബോക്സുകളിൽ കുറേയേറെ കയറി ഇറങ്ങിയ ചോദ്യങ്ങളാണ്. സന്യാസത്തിൽ സഭാവസ്ത്രത്തിൻ്റെ പ്രസക്തി, ഞാനതിനെ ഉടുപ്പ് അല്ലേ, മനുഷ്യൻ്റെ ഉടൽ മൂടുന്ന ഉടുപ്പ്, ഈ ഉടുപ്പിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ്. ഈ സഭാവസ്ത്രം എന്ന് പറയുന്നത് ഒരു തനിമയുടെ ദർശനമാണ്, ഒരു സാക്ഷ്യമാണ്. ഓരോ സന്യാസ സഭയ്ക്കും
വ്യത്യസ്തമായ കാരിസമുണ്ട്. കാരിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഭ രൂപപ്പെടുവാൻ ദൈവം നിയോഗിച്ച സഭാസ്ഥാപകരുടെ താല്പര്യങ്ങളും നിയോഗങ്ങളും കൂടി ചേരുന്ന ഒരു ദർശനമാണ് ഈ കാരിസം എന്ന് പറയുന്നത്. ഇപ്പോൾ CMI സഭ രൂപീകരിക്കുവാൻ ദൈവം നിയോഗിച്ചത് പാലയ്ക്കൽ തോമാ മൽപ്പാനച്ചനെയും പോരൂക്കര തോമാ മൽപ്പാനച്ചനെയും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചനെയും കണിയാന്തറ യാക്കോബ് എന്ന സഹോദരനെയുമായിരുന്നു. ഈ 4 പേരുടെയും കൂടെ ഒരു ടീം വർക്കിൽ രൂപപ്പെട്ടതാണ് CMI സഭയുടെ കാരിസം. പിന്നീട് ആ സഭയുടെ കാരിസം സഭാപിതാക്കന്മാരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, ഞങ്ങളതിനെ പൊതുസംഘം എന്ന് വിളിക്കും, അത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ, ധ്യാനങ്ങളിലൂടെ, മനനങ്ങളിലൂടെയൊക്കെ വീണ്ടും നവീകരണത്തിന് വിധേയമായി കാലത്തിനനുസരിച്ച് രൂപപ്പെടുകയാണ്. അങ്ങനെയാണ് ഓരോ സന്യാസ സഭകളുടെയും കാരിസം രൂപപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ ഈശോ സഭ വൈദികർക്ക്, ജെസ്യൂട്ട്സ്, വ്യത്യസ്തമായ മറ്റൊരു കാരിസമാണ്. കപ്യൂച്ചിൻ ഫാദേഴ്സ്, ഫ്രാൻസിസ്കൻ കപ്യൂച്ചിൻ ഫാദേഴ്സ്, ഫ്രാൻസിസ് അസീസിയുടെ കാരിസമാണ്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, വ്യത്യസ്തമായ എത്രയോ കോൺഗ്രിഗേഷൻസ്, എല്ലാവരുടെയും ദർശനങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ അവരുടെ ലക്ഷ്യം യേശുവാണ്. ഇതിനനുസരിച്ചാണ് ഓരോ സഭയും അവരുടെ തനിമ അടയാളപ്പെടുത്താനുള്ള വസ്ത്രം, സഭാവസ്ത്രം ഡിസൈൻ ചെയ്യുന്നത്. എല്ലാവർക്കും കൂടി ഒരു വസ്ത്രം മാത്രമാണെങ്കിൽ സഭയുടെ കാരിസത്തിൻ്റെ വ്യത്യസ്തത പ്രകടിപ്പിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഓരോ സഭയുടെയും തനിമ പ്രകടിപ്പിക്കലാണ് ഒന്നാമതായി സഭാവസ്ത്രത്തിൻ്റെ ലക്ഷ്യം. രണ്ടാമതായി സഭാവസ്ത്രത്തിൻ്റെ ലക്ഷ്യം ഈ വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി നിർത്തുക എന്നുള്ളതാണ്. ഞാൻ ഈ പൗരോഹിത്യത്തിൻ്റെ ചിഹ്നമായ ഈ ലോവ ധരിക്കുമ്പോൾ ഞാനൊരു പുരോഹിതനാണ് എന്ന് ഒന്നാമതായി പ്രത്യക്ഷപ്പെടുന്നു, വ്യക്തമാക്കുന്നു. രണ്ടാമതായി എൻ്റെ വസ്ത്രം നോക്കിക്കഴിയുമ്പോൾ ഞാനൊരു CMI സന്യാസ വൈദികനാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ സഭാവസ്ത്രത്തിന് അങ്ങനെ വ്യക്തമായ ദർശനങ്ങളുണ്ട്. ഇനി സിറാജ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വേറെയുണ്ട്. ഏത് സഭയിൽ ഏത് സന്യാസിനിക്കാണ് ആ സഭാവസ്ത്രം യോജിക്കുന്നില്ല എന്ന് തോന്നുന്നത്? അപ്പോൾ അത് എപ്പോഴാണ് തോന്നി തുടങ്ങുന്നത്? അവർക്ക് ആ സഭ മാറാം. ഇപ്പോൾ വ്യത്യസ്തമായ സഭാവസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ. സാരി ധരിക്കുന്ന സിസ്റ്റേഴ്സ് നിരവധി പേരുണ്ടല്ലോ. സാധാരണ പോലെ തന്നെ സാരി ധരിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. കാവി സാരി ധരിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. ചുരിദാർ ധരിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അവരുടെ കോൺഗ്രിഗേഷൻ, അവരുടെ സഭയിൽ അത് അനുവദിച്ചിരിക്കുകയാണ്. ആ സഭയിൽ ചേരുന്നവർക്ക് ആ സഭ അനുവദിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ധരിക്കാം. എന്നാൽ വേറെ ചില സഭയിൽ ഈ ഒരു വസ്ത്രമേ ധരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വ്യക്തമായി അറിയിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? 50 വർഷത്തെ സന്യാസ ജീവിതം കഴിഞ്ഞിട്ട് ഗോൾഡൻ ജൂബിലിയുടെ സമയത്തൊന്നുമല്ല. സഭാവസ്ത്ര സ്വീകരണത്തിന് മുമ്പ് 2 വർഷം, 2 പൂർണ്ണ വർഷങ്ങൾ നവസന്യാസം എന്ന് പറഞ്ഞുകൊണ്ട് പരിശീലനം നടത്തുന്നുണ്ട്. എല്ലാ സന്യാസിനികളും നടത്തുന്നുണ്ട്, എല്ലാ സന്യാസ വൈദികരും നടത്തുന്നുണ്ട്. ആ സമയത്ത് സഭ എന്താണ്, സഭയുടെ ശൈലി എന്താണ്, ഈ സഭയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്, ഈ സഭയുടെ വസ്ത്രം ഏതാണ്, ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കിത് പോരാ, എനിക്ക് ചുരിദാർ വേണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യവസ്ഥ അംഗീകരിച്ച് കൂടെ കൂടിയിട്ട് ആ നിയമം ലംഘിക്കുന്ന ഏതൊരാളെയും പോലെ തന്നെയാണ്. ഇപ്പോൾ സിറാജ് ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു കുറച്ചു കാലം ഒരു ജീവിത പങ്കാളിയുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ മടുത്തു, എനിക്ക് മറ്റൊരാൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ എങ്ങനെ അത് ആ ഒരു അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങൾ ആ കുടുംബത്തിന് എങ്ങനെയാണ് അത് ബാധിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു സമൂഹത്തിന് ആ സമൂഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി അനുസരിച്ച് ജീവിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിൻ്റേതായ തനിമയുണ്ട്, അതിൻ്റെ നന്മയുമുണ്ട്. അതുകൊണ്ട് തന്നെ വസ്ത്രം എന്ന് പറയുന്നത് ഒരു നിർബന്ധപൂർവം വസ്ത്രത്തിൻ്റെ പുറമേ നമ്മൾ കയറുകൊണ്ട് കെട്ടിയിടുന്ന സാധനമൊന്നുമല്ല. ഓരോരുത്തരും അറിഞ്ഞിട്ട് മനസ്സിലാക്കി സ്വീകരിക്കുന്ന വസ്ത്രമാണ്. അത് മരണം വരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവരത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട്
ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സാധ്യതയും കത്തോലിക്ക സഭയിലുണ്ട്. വ്യത്യസ്തമായ സന്യാസ സഭകളുണ്ട്. അങ്ങനെ അന്വേഷിച്ച് പോകുന്നവരുണ്ട്. അവർ സമാധാനമായിട്ട് ജീവിക്കുന്നുമുണ്ട്. ഓക്കെ സർ, ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യക്തി ജോലി ചെയ്താൽ ന്യായമായ വേതനം ആ വ്യക്തിയുടെ അവകാശമാണ്. അത്തരത്തിൽ നമുക്കറിയാം സിസ്റ്റേഴ്സ് ധാരാളം ജോലി ചെയ്ത് അല്ലെങ്കിൽ ധാരാളം ഉദ്യോഗസ്ഥ രംഗത്തുള്ള ധാരാളം സിസ്റ്റേഴ്സ് ഉണ്ട്. സ്കൂൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നവരാകാം, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അഡ്വക്കേറ്റ് ആയിട്ടുള്ളവരുണ്ടാകാം. അത്തരത്തിൽ ധാരാളം പേര് പുറത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. അത്തരത്തിൽ ആ ജോലി ചെയ്തിട്ടുള്ള വേതനം അത് അവരുടെ അവകാശമല്ലേ? അത് ലംഘിച്ചുകൊണ്ട് ആ വരുമാനമെല്ലാം സഭ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ സഭയിലേക്ക് തരണം എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ആ അവകാശത്തെ ലംഘിപ്പിക്കുന്നതല്ലേ? അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അവകാശം കൊടുക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായത്തോട് അച്ഛൻ്റെ നിലപാട് എന്താണ്? സിറാജ് ഇതിന് പറഞ്ഞ ഈ ചോദ്യത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള കൂലി സാമൂഹ്യ നീതി അനുസരിച്ച് ഒരു നീതിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് സന്യാസിനിമാർക്ക് അല്ലെങ്കിൽ സന്യാസിമാർക്ക് അവർ ജോലി ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് കൂലി കൊടുക്കുന്നത് നീതിയല്ലേ എന്നാണ് സിറാജ് ചോദിച്ചത്. ഇവിടെ സിറാജ് പറഞ്ഞ ആദ്യത്തെ സമൂഹമുണ്ടല്ലോ, ആ സമൂഹത്തിലാണ് ഈ കന്യാസ്ത്രീകളും ഈ സമർപ്പിതരും ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂലി കിട്ടും. സന്യാസികളും സന്യാസിനികളും ജീവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് അവരുടെ സഭാ സമൂഹമാണ്, സന്യാസ സമൂഹമാണ്. ആ സമൂഹത്തിന് അതിൻ്റേതായ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാണ് ഇവർ സഭയിൽ പ്രവേശിക്കുന്നത്, സന്യാസത്തിൽ പ്രവേശിക്കുന്നത്. അതെന്താണ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ? അത് സിറാജിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ? ഒരു നിയമം അനുസരിച്ച് ഒരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യാനായിട്ട് കയറിയിട്ട് അതിൻ്റെ നിയമം ലംഘിക്കുന്നു. എന്തിന് സന്യാസത്തിൻ്റെ കാര്യം പറയുന്നു? ഏതെങ്കിലും ചെറിയ കടയിലാണെങ്കിൽ പോലും ആ കടയുടെ ഉടമസ്ഥൻ്റെ താല്പര്യം അനുസരിച്ചല്ലേ അവിടെ സേവനം അർപ്പിക്കുന്നവർ ജോലി ചെയ്യുന്നത്. അല്ലാതെ ഒരു കടയിലെ മാനേജർ അയാൾക്ക് 50,000 രൂപ കിട്ടുന്നു, അപ്പോൾ ആ കടയിലെ ഒരു വിതരണക്കാരൻ അയാൾക്ക് 10,000 കിട്ടുന്നുള്ളൂ, എനിക്ക് 50,000 രൂപ തന്നാലേ ഞാൻ ജോലി ചെയ്യുള്ളൂ എന്നൊക്കെ വിതരണക്കാരന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓരോ സ്ഥാപനത്തിനും വ്യവസ്ഥകളുണ്ട്. സന്യാസം ഒരു സ്ഥാപനം തന്നെയാണ്, ഒരു സംവിധാനമാണ്. ഒരു സ്ഥാപനം എന്നുള്ളതിനേക്കാൾ കൂടുതലൊരു സംവിധാനമാണ്, വ്യവസ്ഥാപിതമായൊരു സംവിധാനമാണ്. അത് ദൈവദത്തമായ നിയോഗങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആത്മീയമായ ബന്ധങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ളൊരു സംവിധാനമാണ് സന്യാസം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിൻ്റേതായ ഒരു അവസ്ഥയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും തൃപ്തി കിട്ടണം എന്ന് നിർബന്ധമില്ല. പിന്നെ സന്യാസത്തിൽ ഈ ജോലിക്ക് കൂലി എന്ന പ്രയോഗം അത് സന്യാസത്തെ പറ്റി വ്യക്തമായ ധാരണ ഇല്ലാത്തവർക്കുള്ള ഒരു ചോദ്യമാണ്, സംശയമാണ്. ഞങ്ങൾ സന്യാസത്തിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ 3 വ്രതങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തേത് ദാരിദ്ര്യവ്രതം തന്നെയാണ്. രണ്ടാമത്തേത് 1, 2 എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ 3 വ്രതങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനെണ്ണം ഇതാണ് ഒന്നാമത്തെ, അങ്ങനെയില്ല. 3 വ്രതങ്ങളാണ് ചെയ്യുന്നത്. ഇതിൽ ദാരിദ്ര്യവ്രതം എന്താണ് എന്ന് അത് പുറത്തുള്ളവരോട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അകത്ത് കയറണമെങ്കിൽ അത് പഠിച്ചാലേ കയറാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്ന കാലമാണ് ഈ നവസന്യാസം എന്ന് പറയുന്നത്. അത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ല പഠിപ്പിക്കുന്നത്, അത് LKG ക്ലാസ്സിലെ കുട്ടിയല്ല പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുന്നത് 18 വയസ്സിന് ശേഷമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി സ്വന്തം കാര്യങ്ങൾ സ്വതന്ത്രമായി തീരുമാനിക്കാൻ രാഷ്ട്രം ഒരു വ്യക്തിക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പ്രായം പൂർത്തിയായതിനു ശേഷമാണ് നവസന്യാസത്തിൽ ഒരു വ്യക്തി പ്രവേശിക്കുന്നതും അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമാണ് ഇത് തീരുമാനിക്കുന്നതും. അതിൽ ദാരിദ്ര്യവ്രതം എന്ത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് സ്വന്തമായിട്ട് സമ്പത്ത് സംഭരിച്ചു വയ്ക്കാൻ അവകാശമില്ല. എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവമാണ് എൻ്റെ സമ്പത്ത്. കർത്താവാണ് എൻ്റെ ഓഹരി എന്ന് കേട്ടിട്ടില്ലേ സിറാജ്? കർത്താവ് സമ്പത്തായിട്ടുള്ള, ദൈവം സമ്പത്തായിട്ടുള്ള ഒരാൾക്ക് പിന്നെന്തിനാണ് പേഴ്സണൽ സമ്പത്ത് വേറെ? അപ്പോൾ ദൈവത്തെ സമ്പത്തായിട്ട് കിട്ടുമ്പോൾ അതിനെ ദാരിദ്ര്യം എന്നല്ല വിളിക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
സമ്പന്നത എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു വ്രതമാണ് ഈ ദാരിദ്ര്യവ്രതം. കാരണം എല്ലാം ഈ സന്യാസിയുടെയാണ്. ഒരു സമൂഹത്തിൽ ദാരിദ്ര്യവ്രതം അനുഷ്ഠിക്കുന്ന സന്യാസിക്ക് അയാൾക്ക് വ്യക്തിപരമായി സ്വകാര്യ സമ്പത്ത് ശേഖരിക്കാനോ സ്വകാര്യമായ മുതൽ കൂട്ടാനോ അയാൾക്ക് കഴിയില്ല. കാരണം അയാൾക്കത് വേണ്ട. എനിക്ക് എൻ്റെ കർത്താവാണ് എൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന വ്യക്തിയാണത്. അങ്ങനെ ജീവിക്കുകയാണ്. എന്നിട്ട് ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന വ്യക്തി സഭയിൽ വന്നതിന് ശേഷം സഭ പണം ചെലവ് ചെയ്ത് +2 പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ ചിലർ +2 കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്, ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്, ഇപ്പോൾ PhD കഴിഞ്ഞിട്ട് സഭയിൽ ചേരുന്നവരുണ്ടല്ലോ. ഉപരിപഠനങ്ങൾ പൂർത്തിയാക്കിയിട്ട് സഭയിൽ, സന്യാസ സഭയിലും വൈദിക ജീവിതത്തിലേക്കും കടന്നു വരുന്ന നിരവധി പേരുണ്ട്. സഭയിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസം നിർവഹിക്കുമ്പോൾ അതിൻ്റെ ചെലവ് വഹിക്കുന്നത് സഭയാണ്. അങ്ങനെ സഭ പഠിപ്പിച്ച് ജോലി ഉദ്യോഗം വാങ്ങിക്കൊടുക്കുകയാണ്. യോഗ്യത കിട്ടിയത് എവിടെ നിന്നാണ്? സഭയിൽ വന്നതിന് ശേഷമാണ്. സഭ ജോലി വാങ്ങിച്ചു കൊടുക്കുകയാണ്. എവിടെയാണ് ജോലി കൊടുക്കുന്നത്? സഭയുടെ സ്ഥാപനത്തിലാണ്. അതല്ലാതെ പുറത്ത് PSC എഴുതിയിട്ടൊന്നും ഒരു സമർപ്പിതയും ജോലിക്ക് കയറുന്നില്ല. ഗവൺമെൻറ് ജോലി കയറുന്നുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഗവൺമെൻറ് ജോലിയിൽ ചെയ്യുന്നുണ്ട്. അതും സന്യാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വലിയൊരളവിൽ സഭയുടെ സ്ഥാപനങ്ങളിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെയ്യുന്ന ജോലി എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയ വിദ്യാഭ്യാസത്തിൻ്റെയും ഡിഗ്രിയുടെയും ഫലമാണ്, അതുകൊണ്ട് ഇതിൻ്റെ കൂലി എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിന് മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ: സ്ഥലം മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥലം മാറിപ്പോയി. അവർക്ക് പറ്റിയ സ്ഥലമല്ലിത്. അങ്ങനെയുള്ളവരല്ല ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് എല്ലാവരും കൂടി പങ്കുവെക്കുന്നതാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ ഇത്രയും കാലം വളർന്നത് എൻ്റെ മാത്രം ജോലിയുടെ കൂലി കൊണ്ടല്ല സന്യാസത്തിൽ. മനസ്സിലാക്കണം. ഞാൻ ഇത്രയും കാലം വളർന്നത് ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ, എൻ്റെ സന്യാസ സഭയിലെ പൂർവ്വപിതാക്കന്മാരുടെ ത്യാഗോജ്വലമായ ജീവിത സമർപ്പണത്തിൻ്റെ മികവ് അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇത്രയും കാലം വളർന്നത്. എന്നിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന കൂലി അതെനിക്ക് മുഴുവൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെറികേടാണ്, നെറിവിൻ്റെ കേടാണത്, വിവരക്കേടാണ്, അനീതിയുമാണ്, തെറ്റാണ്. അതുകൊണ്ട് സന്യാസത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ സന്യാസ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഓക്കെ, ഞാൻ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഇനിയും ചോദ്യങ്ങളുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ കന്യാമഠത്തിൽ നിന്ന് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നിന്ന് ഞാൻ തിരിച്ച് നമ്മുടെ ദേവാലയങ്ങളിലേക്കൊന്ന് വരികയാണ്. ദേവാലയങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ പുരുഷന്മാർക്ക് ദേവാലയങ്ങളിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു വരാനും അതല്ല അവരുടെ ഫ്രീഡത്തിനനുസരിച്ച് ദേവാലയങ്ങളിൽ വരാനും ഒക്കെ അവകാശമുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ദേവാലയത്തിൽ വരുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ അവർ തല കവർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ തലയിൽ തുണിയിടണം. അത്തരത്തിലുള്ള സ്ത്രീക്കും പുരുഷനും 2 തരത്തിലുള്ള നിയമമാണ് ദേവാലയത്തിൽ വരുമ്പോൾ ഉള്ളത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീക്കും പുരുഷനും 2 തരത്തിലുള്ള നിയമം ദേവാലയത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് അച്ഛൻ എന്താണ് മറുപടി പറയാനുള്ളത്? സിറാജെ, അത് ആ ചോദ്യത്തിന് ഉത്തരം അവിടെ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം അതേപടി സ്ത്രീകൾക്കും ധരിക്കാൻ മേലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി അങ്ങനെ ധരിക്കുമ്പോൾ അത് ഫാൻസി ഡ്രസ്സാണെന്ന് പറയും. ഇപ്പം ചട്ടയും മുണ്ടും കൊടുത്ത് ഡാൻസ് കളിക്കുന്ന ചേട്ടന്മാരുടെ ഡാൻസൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ. അതുപോലെ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന ചേട്ടത്തിമാരെ കാണാറുണ്ട്, സ്ത്രീകളെ കാണാറുണ്ട്. അപ്പോൾ നമ്മളത് കാണുന്നുണ്ട്. അവരെ വസ്ത്രം ധരിച്ചിരിക്കുന്നു, നന്നായിട്ട് ധരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അതൊരു പ്രച്ഛന്ന വേഷമാണ് എന്ന് കേരളത്തിൻ്റെ സംസ്കാരത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നവർക്ക് തോന്നും. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആരാധനാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും ഔചിത്യമുള്ള വസ്ത്രധാരണം അവരവരുടെ നിലയ്ക്കനുസരിച്ചുണ്ടാവുക എന്നേ സഭ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെയൊരു വികൃതമായ വസ്ത്രധാരണം, ആരെയെങ്കിലും ശ്രദ്ധ ആകർഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം, അല്ലെങ്കിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രധാരണം, അതൊന്നും ദേവാലയത്തിൽ ഉണ്ടാകരുത്. ദേവാലയം എന്ന് പറയുന്നത് വസ്ത്രപ്രദർശനശാലയല്ല, തുണിക്കടയല്ല, അത് ആരാധനാലയമാണ്. അവിടെ വരുന്നത് ഞാൻ ഇന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും കാണണം എന്ന് പറയാൻ വേണ്ടിയല്ല. ദേവാലയത്തിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. അവിടെ വരുമ്പോൾ
മറ്റുള്ളവരോടുള്ള ആദരവ് കൂടിയാണ് ഓരോരുത്തരുടെയും വസ്ത്രധാരണം. ഞാൻ നിങ്ങളെ ആദരിക്കുന്നു, അതുകൊണ്ട് ഞാൻ മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു. അതാണ് കുലീനമായ കുടുംബത്തിൽ നിന്ന് ദേവാലയത്തിലേക്ക് വരുന്ന ഓരോ വിശ്വാസിയുടെയും ശരീര ഭാഷ സംവദിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ നിന്നെ ആദരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ വസ്ത്രം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയും കൂടി ഘടകമാണ്. അതോടൊപ്പം തന്നെ ഒരു സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഘടകമാണ്. അപ്പോൾ ദേവാലയത്തിൽ, ക്രൈസ്തവ ദേവാലയത്തിൽ വരുമ്പോൾ സ്ത്രീകൾ തല മൂടി നിൽക്കുന്ന അല്ലെങ്കിൽ മൂടി നിൽക്കുന്ന ഒരു രീതി പാരമ്പര്യമായിട്ട് നമ്മൾ നിലനിർത്തുന്നുണ്ട്. എന്ന് വിചാരിച്ച് എല്ലാ സ്ത്രീകളും ഇപ്പോൾ തല മൂടി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവണമെന്നുമില്ല. അപ്പോൾ തല മൂടിയവർക്ക് മാത്രമേ പള്ളിയിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നങ്ങനെ വ്യവസ്ഥയൊന്നും നമ്മൾ വെച്ചിട്ടില്ല. പക്ഷേ അതൊരു ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ കത്തോലിക്ക സഭ പാരമ്പര്യത്തിൻ്റെ ഒരു അടിസ്ഥാന തറയിലും കൂടെയാണ്, നിലപാടിലും കൂടെയാണ് നിലനിൽക്കുന്നത്. അപ്പം നമ്മളൊരു സമൂഹം വിശ്വാസത്തിൻ്റെ ഒരു ശരീരഭാഷ പ്രകടിപ്പിക്കുന്നതിന് ഒരു ഐക്യമുണ്ടാകണം, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്നാലും വൈവിധ്യങ്ങളെ സഭ നിരസിക്കുന്നില്ല, പക്ഷെ അതിന് ഔചിത്യമുണ്ടാകണം. അനുചിതമായ വസ്ത്രധാരണം ഉണ്ടാകരുതെന്നേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഒരു തുല്യതയുടെയോ അല്ലെങ്കിൽ തരംതിരിവിൻ്റെയോ ഒന്നും ഒരു ലക്ഷണമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം ദേവാലയത്തിലോ എവിടെയാണെങ്കിലും നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അത് ആ വ്യക്തിത്വത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു പ്രദർശനം കൂടിയാണ്. അത് മാന്യമാവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വസ്ത്രം മാത്രമല്ല, നമ്മുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാഴ്ചപ്പാടുകളും എല്ലാം സഭയ്ക്ക് ചേർന്ന, എവിടെയാണോ ഞാൻ നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിന് ചേർന്നതാകുമ്പോഴാണ് നമ്മൾ ആ സമൂഹത്തിൽ ലയിക്കുന്നത്. വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ ഹൃദയങ്ങൾ ചേരുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ സഭ ഈ കൂട്ടായ്മയിലൂടെയാണ് വളർന്നതും വളരുന്നതും. അവിടെ തുല്യത എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ വിതരണത്തിലാണ് അനുഭവിക്കുന്നത്. അത് കൊടുക്കുന്നത് മനുഷ്യരല്ല, ദൈവം തന്നെയാണ് ആ സ്നേഹം എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്നത്. ആ സ്നേഹത്തിന് തന്നെയാണ് കത്തോലിക്ക സഭയിൽ നീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസമോ തരംതിരിവോ കത്തോലിക്ക സഭയിൽ ഇല്ല എന്ന് മാത്രമല്ല, ഓരോരുത്തർക്കും അർഹമായ നീതി അത് വിതരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും കാലങ്ങളിലൂടെ ഓരോ വിശ്വാസിയും അനുഭവിക്കുന്ന കാര്യം തന്നെ. ഓക്കെ അച്ഛാ, വളരെ വ്യക്തമാണ്. അച്ഛനോട് സംസാരിക്കുന്ന സമയം മുഴുവനും അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യതയോടും വ്യക്തതയോടും കൂടി തന്നെയാണ് പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ ഉപയോഗിക്കുന്ന വാക്കുകളും അച്ഛൻ പറയുന്ന ഓരോ എക്സാമ്പിളുകളും യുവജനങ്ങളെയും സാധാരണക്കാരെയും ഒക്കെ ഒത്തിരിയേറെ അവരുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ തന്നെയാണ് അച്ഛൻ്റെ അവതരണ ശൈലി. അത് തന്നെയാണ് അച്ഛൻ സംസാരിക്കുന്ന ഓരോ വാക്കുകൾ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കാനും കാരണം. അച്ഛൻ്റെ വിലപ്പെട്ട സമയമാണ് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത്. ഇനിയും ഇത്തരത്തിലുള്ള യുവജനങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വീണ്ടും അച്ഛനെ സമീപിക്കും. അച്ഛൻ്റെ സഹകരണം വീണ്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നിരുന്നാലും ഇന്നേ ദിവസം അച്ഛൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓരോ എപ്പിസോഡുകളും നമുക്ക് ഓരോ അറിവുകളാണ് മുന്നോട്ട് നൽകുന്നത്. മറ്റു മതങ്ങളിൽ സ്ത്രീകൾക്ക് ഒരുപക്ഷെ അവരുടെ അവകാശങ്ങളും അവരുടെ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാകാം. മറ്റു മതങ്ങളെ നോക്കിക്കൊണ്ട് ക്രൈസ്തവ മതത്തെ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പാടില്ല. കാരണം ക്രൈസ്തവ സഭയിൽ സ്ത്രീക്കും പുരുഷനും തുല്യതയാണ്. കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതും എല്ലാവരും കർത്താവിൻ്റെ മുമ്പിൽ തുല്യരാണ് എന്ന് തന്നെയാണ്. നമ്മുടെ സംശയങ്ങൾ ഇവിടെയൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസംബന്ധമായ മറ്റു ചില സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് അത് പറഞ്ഞു തരാൻ പറ്റുന്ന മറ്റു വ്യക്തികളുമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.